നമ്മുടെ സമയം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം വിശുദ്ധമായ ഖുർആനും അദ്കാറുകളും ഓതിക്കോളി. അതൊന്നും പറഞ്ഞുതരാനും പാടില്ല, അതൊന്നും ചെയ്യാനും ആളില്ല. അതുകൊണ്ട് അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതാൻ സമയമല്ല, ബാക്കി സർവ്വ പത്രങ്ങളും വായിക്കുന്നുണ്ട്, സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ഓതാൻ പറ്റണില്ല. നമ്മളെക്കാട്ടും പരാജയപ്പെട്ടവർ പിന്നെ ആരാണ്? ഇതിലും വലിയൊരു ഷഖാ ഉണ്ടോ? അതേ മൊബൈലിൽ ഖുർആൻ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒന്ന് ഓതിയാൽ മതി. ഒരു പേജ് അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. 100-200 പേജ് ആളുകളുടെ വാറോലകൾ വായിച്ചു തീർക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടായി പോകും, പിശാച് തട്ടിയെടുത്തു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാവിധ ശർറും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ 7 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളുടെ കൂടെ പരിചാരികയായി നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടുന്ന് മുറിവുകൾ ബാധിക്കുന്ന മുറിവുകളാവുന്ന സ്വഹാബിമാരെ ചികിത്സിക്കുവാൻ വേണ്ടി യുദ്ധക്കളങ്ങളിൽ നഴ്സിംഗ് ചെയ്തിരുന്ന മഹദിയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മൽതഫത്തു യൗമ ഉഹദിൻ യമീനൻ വലാ ശിമാലൻ ഇല്ലാ റഅയ്തു നസീബ തുഖാതിലു അന്നി. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അവസാനഘട്ടം പരാജയമായി മാറിയ ഒരു യുദ്ധമാണല്ലോ. ബദറിലെ വിജയത്തിന് ശേഷം ഖുറൈശികൾ പകരം വീട്ടാനുണ്ടാക്കിയ യുദ്ധമായിരുന്നു ഉഹദ്. ഉഹദ് എന്ന് പറയുന്നത് മദീനയാണ്, മദീനയുടെ പരിസരമാണ്. മദീനയിലേക്ക് ശത്രുക്കൾ മക്കയിൽ നിന്ന് വന്ന് ഹബീബിനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന യുദ്ധം. അവിടെ ഹബീബായ നബി തങ്ങൾ അമ്പെയ്ത്തുകാരോട് താഴെ വരരുത് ഞാൻ പറയുന്നവരെ എന്ന് പറഞ്ഞു നിർത്തിയ ജബലുർ റുമാത്ത് എന്ന കുന്ന് ഇന്നും നമ്മൾ മദീന കാണാൻ പോകുമ്പോൾ കാണുന്നുണ്ട്. സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉഹദിലെ 70ഓളം ശുഹദാക്കൾ കിടക്കുന്ന ആ ഒരു കെട്ട് നമ്മൾ ഉഹദിൽ കാണുന്നുണ്ട്. അവിടെ വലിയൊരു മനോഹരമായ മസ്ജിദ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുവരെ കിംവദന്തി റൂമർ പരന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു അത്. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് ശത്രുക്കളങ്ങ് പറഞ്ഞു പരത്തിയാൽ മുസ്ലിമീങ്ങളുടെ ഊർജം അവിടെ തീർന്നു പോകും. അവര് പിന്നെ യുദ്ധക്കളം വിട്ടോടും. പുണ്യനബിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ്? ഹബീബില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ? ഹബീബില്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് സ്വഹാബിമാർ യുദ്ധക്കളം വിട്ടുപോകണം. ആ ഒരു ലക്ഷ്യത്തിന് കിംവദന്തിയും പച്ചനുണയും പറഞ്ഞ് യുദ്ധക്കളത്തിൽ വിജയം നേടാൻ ശ്രമിച്ച നേരം ഹബീബാ നബിയുടെ ചുറ്റുഭാഗത്തു നിന്നും സ്വഹാബിമാർ ചിന്നിച്ചിതറി ഓടുന്ന നേരം നുസൈബാ ബീവി റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ പുണ്യനബി പറയട്ടെ, ഞാൻ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലോ പിറകിലോ സൈഡിലോ എനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ നസീബ ബീവിയെ ഞാൻ കണ്ടിരുന്നു ഉഹദിലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ, അവരിലെ മുറിവ് പറ്റിയവരെ ചികിത്സിക്കാൻ, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ. അങ്ങനെ ഹബീബിന്റെ കൂടെ 7ഓളം യുദ്ധങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ വരെ സംബന്ധിച്ച ഒരു ഹെൽപ്പറാണ്, സഹായിയായിരുന്നു നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹാ. അവരുടെ പ്രിയപ്പെട്ട മകൻ ആ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുറിവ് പറ്റിയ മോനാണ് അവരുടെ മോന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്സിബ് ജർഹക്, മോനെ മോനെ നിന്റെ മുറിവ് ചോര ഒലിക്കുന്നുണ്ട്, നീ മുറിവൊന്ന് കെട്ടേണമേ, ഒരു തുണിയെടുത്ത് നിന്റെ മുറിവൊന്ന് കെട്ട്. യഅ്സിബ് ജർഹക്. അപ്പോഴാണ് ഉമ്മ കാണുന്നത്. ഉമ്മ ഓടി വന്ന് ആ മോന്റെ മുറിവിൽ തുണി വെച്ചു കൊടുത്ത് തന്റെ മകന്റെ മുറിവ് പോലും വെച്ചു കെട്ടിക്കൊടുത്തത് ഈ ഉമ്മയാണ്, നസീബ ബിൻതു കഅബ് അൽ മാസിനിയ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് പറഞ്ഞു, ഖാതിൽ അദാ അല്ലാഹി ഫീ സബീലില്ലാഹ്. മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അവിടെ മിണ്ടാണ്ട് പോയിരുന്നോ, ഇനി അനങ്ങണ്ട എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവരാണവർ.
അള്ളാഹുവിൻ്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരാണവർ. മോനെ, നിന്റെ കരുത്ത് ഹബീബിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് മുറിവ് ഞാൻ കെട്ടിത്തന്നു, ഓടിച്ചെല്ലേ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് തന്നെ തൻ്റെ മകനെ തിരിച്ചുവിട്ട ധീരയായ ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, നമ്മുടെ മക്കള് അറബി കോളേജിലെ ദർസിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം ശരിയായിക്കൊള്ളുന്നില്ല, സ്വാഭാവികമല്ലേ? വീട്ടിലെ പോലെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല, ഉറപ്പാണ്. വസ്ത്രങ്ങൾ അലക്കാൻ അവര് തന്നെ ചെയ്യേണ്ടി വരും. ഉറക്കം ശരിയാവണമെന്നില്ല, ശരീരം മെലിഞ്ഞു പോയേക്കും. അങ്ങനെ വീട്ടിലേക്ക് മാസ ലീവില് കടന്നു വരുമ്പോൾ ഉമ്മമാർക്കൊരു സങ്കടം പൊട്ടാനുണ്ട്. എൻ്റെ മോൻ്റെ ചേല് കാണാൻ വയ്യ, എൻ്റെ മോൻ വല്ലാതെ ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. ശരി തന്നെയാണ്, പഠിക്കുന്ന കാലം അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും ജീവൻ നിൽക്കാനുള്ള ഭക്ഷണമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാര്യമായൊരു പോഷണമോ ഒരു 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 പച്ചക്കറിയുടെ വെള്ളം നീട്ടിയൊരു കറിയും കുറച്ച് ചോറും ഇത് നിന്നിട്ടാണ് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ ഒക്കെ മാഷാ അല്ലാഹ് നമ്മൾ ക്യാൻറ്റീനൊക്കെ ഉഷാറാണ് അല്ലേ, പട്ടിണി കിടക്കുന്ന അവസ്ഥയൊന്നുമില്ല. അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയും വരുന്നില്ല, നല്ല ഭക്ഷണം കൊടുക്കുന്നത് മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഇതിലും വലിയ കഷ്ടപ്പാടായിരുന്നു. ഞങ്ങളത് കേട്ടിട്ടാണ് വളരുന്നത്. അവർ ഉണക്കറൊട്ടിയും മുതിരൊക്കെ തിന്നിട്ട് ജീവിച്ച കഥയാണ് നമ്മുടെ ഉസ്താദന്മാർ പറയുക. അപ്പം ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര സ്വർഗത്തിലാണല്ലോ. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ പഠിച്ചവനെ നമ്മുടെ കാലം കഷ്ടക്കാലമായിരുന്നു. അത് സ്വാഭാവികമാണ്. ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മെലിഞ്ഞുണങ്ങി വരുമ്പോൾ നമുക്കൊരു നേരം തോന്നിപ്പോകും ഇനി വിടണ്ട എന്ന്, ഇനി പോവണ്ട എന്ന്. നമ്മുടെ മകന്റെ ശരീരമേ മെലിഞ്ഞിട്ടുള്ളൂ, ആത്മാവിന് ഉണർവാണെന്ന് മനസ്സിലാക്കാൻ മറന്നു പോവരുത്. അവരുടെ ചിന്തകളിൽ, അവരുടെ ബ്രെയിനിൽ കിതാബും സുന്നത്തു റസൂലില്ല, അല്ലാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തും അവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. അഥവാ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആലിമീങ്ങളെ കാണുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. എത്ര ലേറ്റായി ഉറങ്ങിയാലും സുബഹിക്ക് എണീക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ മക്കള് ഇൽമിന്റെ വഴിയിലാണ്. അതുകൊണ്ട് വരുന്ന മക്കൾക്ക് വരുന്ന ക്ഷീണം സാരമില്ല, അവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഒരല്പമെങ്കിലും മനസ്സിന് കരുത്ത് വേണം എന്ന് സൂചിപ്പിക്കുകയാണ് ചില ഉമ്മമാരെങ്കിലും. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ മോനെ പറഞ്ഞയക്കുന്നില്ല, എന്തേ കാണാൻ വയ്യ. നസീബ ബിൻതു കഅബിൽ മാസിനിയ സ്വന്തം മകന്റെ കാലിന് ആഴമേറിയ മുറിവുണ്ടായപ്പോ മഹദി റളിയല്ലാഹു അൻഹു ഓടി വന്ന് മകന്റെ കാലിൽ തുണി കൊണ്ട് ചുറ്റിക്കൊടുത്തിട്ട് മോനെ ഇനി യുദ്ധത്തിന് പോവണ്ട എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ വിളിക്കുന്നത്, ഹബീബിനെയാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്, ലോകത്തിന്റെ ഗുരുവിനെയാണ് അവരെ കൊല്ലാൻ വന്നത്. അതുകൊണ്ട് മോനെ തിരിച്ചു പോ, ഹബീബിന്റെ കൂടെ ചെല്ല് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക്, ഉഹദിലേക്ക് തന്റെ മകനെ തിരിച്ചു പറഞ്ഞയച്ച ഉമ്മയാണ് നസീബ ബിൻതു കഅബിൽ മാസിനിയ. നമ്മൾ കോളേജിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ദർസിലേക്ക് പറഞ്ഞേക്കുന്നുള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക്. ആ ഉമ്മ ഇങ്ങനെ മകനോട് ചെയ്തുവെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മളും ഒരു കടപ്പാട് വേണ്ടേ? അത്രയൊന്നും നമ്മളോട് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ ഇന്ന്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമല്ലല്ലോ ഇത്. നമുക്ക് നമ്മുടെ മക്കൾ ഇൽമ പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പറഞ്ഞേക്കാൻ സാധിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകട്ടെ.